ഇന്നത്തെ സാഹചര്യത്തിൽ പല സംഗതികളും പൂർണ്ണമായി പിന്തുണ നൽകേണ്ട ചില പ്രഖ്യാപനങ്ങളാണ്. അതിൽപ്പെട്ട ഒന്ന് തൂഫാൻ പദ്ധതി. തൂഫാനെ സംബന്ധിച്ചിടത്തോളം മരുന്നുകളും മദ്യങ്ങളൊക്കെ തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയതുപോലെ ഇവിടെ വേറെ ആരും നിഷിദ്ധമാക്കിയിട്ടില്ല. അത് പൂർണ്ണമായും വിജയിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആത്മാർത്ഥമായി മദ്രസാ തലങ്ങളിലും പള്ളികളിലൊക്കെ തന്നെ അതിൻ്റെ ഉദ്ബോധനങ്ങളൊക്കെ നടത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ സർക്കാരിന് എല്ലാവിധ പിന്തുണയും കൊടുക്കാൻ വേണ്ടി നമ്മൾ ബാധ്യസ്ഥരാണെന്നതുകൊണ്ട് തന്നെ അക്കാര്യം അറിയിച്ചു. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് വിപ്ലവം സൃഷ്ടിക്കാൻ സമസ്തക്ക് കഴിയും. അതിന് വേണ്ട പല പദ്ധതികളും നമ്മളതിനും അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇസ്ലാമിക് അറബിക് യൂണിവേഴ്സിറ്റി. അറബിക് ഭാഷ എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രാധാന്യമുള്ളതാണ്. അറബിക് നാടുകളിൽ നിന്നുകൊണ്ടാണ് ഇവിടെ കേരളത്തിന് ജീവൻ നൽകുന്നത് തന്നെ അറബ് നാടുകളാണ്, ഇന്ത്യയിലടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഭാഷയെ ഒരു പ്രധാന ഭാഷയായി കണക്കിലെടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് സർക്കാരും നേരത്തെ തന്നെ സർക്കാർ ആ ഭാഗം ഞങ്ങളോട് പ്രതീക്ഷ നൽകിയതാണ്. അതൊന്നുകൂടെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള മാനേജ്മെൻറ്റിൻ്റെ അംഗീകാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സർക്കാർ തലത്തിൽ തന്നെ അതിന് മുൻകൈ എടുത്ത് വരുന്നുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായ സംഗതിയാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വഖഫിനെ സംബന്ധിച്ചിടത്തോളം സമർപ്പിച്ചു. വഖഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എന്നതുപോലെ തന്നെ സർക്കാരിൻ്റെ കീഴിലുള്ള ന്യൂനപക്ഷങ്ങളുടെയും അതുപോലെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെയൊക്കെ പ്രാതിനിധ്യം ചില സംഘടനകളിലൊക്കെ വിദ്യാഭ്യാസ സർക്കാരിൻ്റെ ബോർഡുകളിലൊക്കെ അതിന് പ്രാധാന്യം വേണ്ട ആവശ്യകത സംബന്ധിച്ചൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ അനുകൂലമായ പ്രതികരണമാണ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും അതുപോലെ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് കണ്ട് നിവേദനം നടത്തി പിരിഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്ത നിവേദനത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതാണ് പറയാനുള്ളത്. PM ശ്രീയുടെ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. PM ശ്രീ എന്ന് പറഞ്ഞാൽ അത് RSSൻ്റെ അജണ്ടയാണ്. കുട്ടികളെയൊക്കെ അത് പഠിപ്പിച്ചാൽ നമ്മുടെ നാട് ആകെ കുട്ടിച്ചോറാകും. ഗാന്ധിജിയുടെ സ്ഥാനത്ത് ഗോഡ്സെയും അങ്ങനെയുള്ള ചരിത്രപരമായ വളച്ചു തിരിഞ്ഞുള്ള പദ്ധതികളാണ് അതിലുള്ളത്. അതൊക്കെ നാട്ടിന് വലിയ ആപത്തും നാശവും ഉണ്ടാക്കുന്നതാണെന്ന് സർക്കാരിന് നേരത്തെ ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അതൊരിക്കലും നടപ്പാക്കുന്നത് ഈ രാജ്യത്തിനും നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ മതേതര സ്വഭാവത്തിനും ഒക്കെ ദോഷകരമായ സംഗതിയായിരിക്കുമെന്ന കാര്യം നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് രാഷ്ട്രീയമായ കളികളൊക്കെ ഉണ്ട്. കൃത്യമായി നമ്മൾ ഈ കാര്യം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. PMCയായിട്ട് ബന്ധപ്പെട്ട് അത് തന്നെയാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. നമ്മുടെ സംസ്ഥയുടെ പ്രസിഡന്റ് കാര്യം പറഞ്ഞതാണ്. അതതിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുണ്ടാക്കില്ല വിഷയം നമ്മൾ ഉന്നയിച്ചിട്ടുള്ള കാര്യം. അത് നമ്മളെ കൊടുത്ത നിവേദനത്തിൽ അത് പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഡീറ്റെയിൽസ് അതിലുണ്ട്. അതുകൊണ്ട് മലപ്പുറം എന്നുള്ളതല്ല, ജനസാന്ദ്രത അനുസരിച്ച് കൊണ്ട് വിഭജിക്കണം. എവിടെയൊക്കെ ഉണ്ടോ ആ സ്ഥാനത്തൊക്കെ തന്നെ ഒരു ഭരണത്തിൻ്റെ വ്യാപനം എല്ലാ സ്ഥലത്തും എത്തണമല്ലോ. ജില്ലയുടെ എല്ലാ ഭാഗത്തും എത്താൻ സൗകര്യത്തിൽ ആളുകളുടെ എണ്ണം അനുസരിച്ച് കൊണ്ട് അത് വിഭജിക്കണം എന്നുള്ളതാണ്. വിഭജിക്കേണ്ടത് എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ. മലപ്പുറത്ത് അങ്ങനെയാണ്, കൂടുതലാണ്. മലപ്പുറത്ത് മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന് ചൂണ്ടിക്കാണിച്ചതാണ്.